എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഉച്ചയൂണ് നമ്മുടെ പടവലങ്ങയും വെണ്ടയ്ക്കയും കൂടെ ഒരു കറിയാണ്. തേങ്ങ അരച്ചുള്ള പടവലങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക്, സവാള, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, അരിഞ്ഞ് റെഡിയാക്കാം. പിന്നെ നമുക്ക് മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കുന്ന കോവയ്ക്കയാണ്. കോവയ്ക്ക, സവാള, പച്ചമുളക് ഇതുമെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ ഇന്ന് മീൻ നെത്തോലിയാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കണം. നെത്തോലി തോരൻ വെക്കാനാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കറി തയ്യാറാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക, പടവലങ്ങ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയാണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കും. നമ്മളിതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാത്തത് കൊണ്ട് പുളിയാണ് ചേർക്കുന്നത്. നമ്മുടെ വാളംപുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി അടച്ചു വെക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ തോരൻ വെക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് ഈ കറി. നെത്തോലി തോരൻ തയ്യാറാക്കാം. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച തേങ്ങ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം, അല്പം കറിവേപ്പില, അല്പം പുളി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചങ്ങ് വെക്കും. അടച്ച് വെച്ച് വെന്ത് വന്നാൽ മതി. നമ്മൾ പിന്നെ വെന്ത് വരുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കണ്ട. ഇതൊന്ന് അടച്ചു കൊടുക്കുക. നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഉപ്പും പുളിയൊക്കെയാണ്. ഇതും പറ്റി വന്നിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ കോവയ്ക്ക്, ഉള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെക്കും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്
ഒരല്പം ഉപ്പൂടെ വേണം. നുള്ളു മതി. മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കോവയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്കയും പടവലങ്ങയും ഇട്ടുള്ള ഒരു തീയൽ, പച്ചത്തേങ്ങ അരച്ചുള്ള, പിന്നെ നമ്മുടെ മീൻ തോരന്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ.